ദാഹമകറ്റാൻ അല്പം വെള്ളം കിട്ടാതെ വെള്ളത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്നവർ, വിശപ്പ് മാറ്റാൻ ഭക്ഷണം കിട്ടാതെ അലറി വിളിച്ചുകൊണ്ട് ഓടുന്നവർ, വിശപ്പകറ്റുന്നതിന് വേണ്ടി അല്പം ഭക്ഷണം കിട്ടാതെ വിശപ്പിന്റെ കാഠിന്യം മൂലം വയറ്റിൽ കല്ല് വെച്ച് കെട്ടി നടക്കുന്ന ഗസയിലെ പിഞ്ചോമന മക്കളുടെ കാഴ്ച ഓരോ ഹൃദയമുള്ള മനുഷ്യന്റെയും മനസ്സിൽ ഒരു തീരാ നൊമ്പരമായി നിലനിൽക്കുന്നു. ഹൃദയമുള്ള ഓരോ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു തുള്ളി വെള്ളമെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നുള്ളത്. എന്നാൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു ഭയത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും, പല ആളുകൾക്കും അവിടെ എത്തപ്പെടുവാൻ ഭയമാണ്. എന്നാൽ ആ ഭയത്തെ എല്ലാം മറികടന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട്. മനുഷ്യജീവനേക്കാൾ വില മനുഷ്യത്വത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരാൾ, അതും നമ്മുടെ സുന്ദരമായ ഒരു കേരളത്തിൽ നിന്നും, അതും ഒരു പെൺപുലി. നമുക്ക് ആ സഹോദരി ഒന്ന് പരിചയപ്പെടാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യൻ്റെയും കടമയും ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗാസയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ളത്. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതൊരു ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് ആണെന്ന് ഞാൻ എടുത്തു പറയുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർക്ക് ഭക്ഷണം എത്തിക്കുക, കുടിവെള്ളം എത്തിക്കുക, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. ഒരുപാട് വൈകിട്ടാണ് എനിക്കിതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഇങ്ങനെയൊന്നും വാർത്തകളാകാനോ അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രചരണം കിട്ടാനോ വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയ പ്രവർത്തനങ്ങളൊന്നും അല്ല. സംഭവം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ എന്നാലും ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയതിലും അവർ കൂടുതൽ ഗാസയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കപ്പെടുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അല്ല രശ്മി, നമുക്ക് അറിയേണ്ടതേ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ദുരന്തമുഖത്തേക്ക് സഹായം എത്തിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഗസ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആക്സസ് ഇല്ലാത്ത ഒരു സ്ഥലമാണ്, അങ്ങ് ദൂരെ എവിടെയോ കിടക്കുന്ന സ്ഥലമാണ്, ഒരുപാട് ഉപരോധങ്ങളിൽ കഴിയുന്ന ഒരു ജനതയാണ്. എങ്ങനെയാണ് ഈ സഹായം അവിടെ എത്തിച്ചത്? ആ ഒരു വഴി കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ പറയുന്ന പോലെ മറ്റേത് രാജ്യത്തേക്കാണെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ കുറച്ച് കുടിവെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല. പാരീസിലേക്കാണ്, അല്ലെങ്കിൽ ഫ്രാൻസിലേക്കാണ്, സ്പെയിനിലേക്കാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഗസ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നങ്ങൾക്കും അതീതമായി എത്രയോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എത്രയോ ദൂരത്തുള്ളൊരു രാജ്യമാണ്. അതും സാധാരണമായിട്ടുള്ളൊരു അന്തരീക്ഷമല്ല, യുദ്ധാന്തരീക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒരിടത്തേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും ഒരുപാട് ചലഞ്ചിങ് ആയിരുന്നു. ഒരുപാട് അതായത് അവർക്ക് ഡയറക്റ്റ് ഹെൽപ്പ് എത്തിക്കാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള എല്ലാ സഹായങ്ങൾക്കും അതിൻ്റേതായ സ്ട്രഗിളുകൾ ഉണ്ടാവാറുണ്ട്. ആ സ്ട്രഗിളുകളിലൂടെ എല്ലാം കടന്നു പോയിട്ടാണ് എനിക്ക് അവരെ സഹായിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ ഗസയ്ക്ക് വേണ്ടിയിട്ടും ഗസയിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഞാനിപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് UK-യിലുള്ള, അതായത് ലണ്ടനിലുള്ള ഒരു TV പ്രൊഡ്യൂസറാണ് ലെസ്ലി ഹോസ്ലി എന്ന് പറഞ്ഞിട്ട്. ലെസ്ലിയൊക്കെ ഗാസ ഫോർമുല ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആളൊക്കെ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്. അതായത് ഈ പ്രവർത്തനം എങ്ങനെ ഏകോപിപ്പിക്കണം, എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, കുടുംബങ്ങൾക്ക് ഡൊണേഷൻ നൽകുമ്പോൾ നമ്മൾ എങ്ങനെ കുടുംബങ്ങളെ വെരിഫൈ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ലെസ്ലിയാണ്. സോ അങ്ങനെ ഒറ്റയ്ക്ക് മാത്രമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമല്ല, ഒരുപാട് ആളുകൾ ഇതിൻ്റെ കൂടെ നിന്ന് പിന്തുണ നൽകിയിട്ടുണ്ട്. പെങ്ങളെ, ഒരു ബിഗ് സല്യൂട്ട്. ഗസയിലെ പിഞ്ചു മക്കളുടെ ചുടുചോര കണ്ട് കൊതി തീരാത്ത നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ നികൃഷ്ട ജീവികളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: മനുഷ്യ സ്നേഹികളും മനുഷ്യ പിശാചുക്കളും തമ്മിലുള്ള വ്യത്യാസം.